ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നേപ്പാളിലെ ഒരു വീട്ടിലാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ വൈകുന്നേരം സൈക്കിളോട്ട് വന്നവഴിക്ക് പരിചയപ്പെട്ട ഒരു ചേട്ടനാണ് നമ്മളെ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ട്. വീട്ടിലെ ചേട്ടനാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ വെച്ച വീടാണ്. ഒരു വീടിൻ്റെ ഡോറൊക്കെ കണ്ട, ഡോറിലൊക്കെ ഓരോ നേപ്പാളി ആൾക്കാരുടെ പടമൊക്കെ കുത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീടിൻ്റെ അകത്തായിരുന്നു നമ്മളെ കുട്ടൂസിനെ അതുപോലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പുറത്ത് ഒരു നേരത്തെ വീടുണ്ട്, തറവാട്ടിലാണ് നമ്മൾ കുട്ടൂസിനെ അകത്തേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇപ്പോൾ ഇവിടുത്തെ ഈ ചേട്ടൻ്റെ ഫാദർ എന്ന് പറഞ്ഞാൽ ഫുള്ള് കൃഷിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പുറകിൽ നെൽകൃഷിയുണ്ട്, അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഇതുപോലെ തന്നെ കുറേ പൂക്കൾ, വെണ്ടക്ക, ചെറിയ ചെറിയ രീതിയിലുള്ള എല്ലാ കൃഷികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി വന്നപ്പോൾ തന്നെ ഡ്രസ്സുകളൊക്കെ അലക്കി ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് പാക്ക് ചെയ്തിട്ട് ഇറങ്ങണം. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 10 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ കുട്ടൂസിനെ നമ്മൾ ഇവിടെയാണ് വെച്ചിട്ടുണ്ടായത്. ഇതെന്ന് പറഞ്ഞാൽ ഇവരുടെ പഴയ വീടാണ്. അപ്പോൾ എന്നോട് പറഞ്ഞ് ഇതിൻ്റെ അകത്ത് കയറ്റി വെച്ച് പോകുമെന്ന് പറഞ്ഞിട്ട്, എങ്ങാലും മഴയൊക്കെ വന്നാലാന്ന് വിചാരിച്ചിട്ടാണ് കുട്ടൂസിനകത്ത് തന്നെ കയറ്റി വെച്ച്. അതുപോലെ തന്നെ വീടാണെങ്കിലും കാണാനായിട്ട് നല്ല രസമുണ്ട്. ഇവിടെയൊക്കെ കുറേ സ്ഥലം. പിന്നെ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ നെൽകൃഷി ഉണ്ടല്ലോ, അത് ഇവരുടെ തന്നെയാണ്. ഇവരുടെ വീടിൻ്റെ പുറകിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ ഫുള്ള് നെൽകൃഷി ഉണ്ട്. ഈ നെൽകൃഷി എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് കാണുന്നല്ല ഇവരുടെയാണ്. അപ്പോൾ ഇതായിരുന്നു അവരുടെ പഴയ തറവാടെന്ന് പറഞ്ഞ്. അപ്പോൾ ഇപ്പം ആ ചേട്ടൻ വേറെ വീട് വെച്ചപ്പോഴേക്കും അവിടെയാണ് താമസിക്കുന്നത്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്റ്റോർ റൂം പോലെ ആക്കിയെടുത്തേക്കണേ. അതുപോലെ തന്നെ നേപ്പാളിൽ ഇപ്പോൾ പഴയ വീടുകളെല്ലാം ഈ ഒരു കൺസ്ട്രക്ഷനാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ ഈ വഴി വരുമ്പോഴെല്ലാം ഇപ്പോൾ മരത്തിൽ തന്നെ ഉണ്ടോ, മൊത്തം മരത്തിൽ. ഇതിപ്പോൾ ഇവർ ഇവിടെ യൂസിങ് ഒന്നുമില്ല. പഴയ സാധനങ്ങളെല്ലാം ഇട്ട് മൊത്തത്തിൽ പൊളിഞ്ഞ് കിടക്കുന്ന വീടാണ്. അപ്പോൾ നല്ല വീടൊക്കെ ആണെങ്കിൽ ഇവിടെ മൊത്തം നല്ല ഫ്ലോറൊക്കെ ആയിട്ട് ഇവിടെയാണ് പഴയ ആൾക്കാരെ എല്ലാം താമസിച്ചിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ ഇവിടെ എല്ലാ വീടുകളിലും നമുക്ക് ഈ ചോളം കൃഷി ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ചോളത്തിൻ്റെ കായെല്ലാം എടുത്തിട്ട് ഇതേപോലെ തന്നെ തോടോടുകൂടി തന്നെ ഇങ്ങനെ കെട്ടി ഒരു മുളയുടെ കോലിനകത്ത് ഇങ്ങനെ തൂക്കിയിട്ടേക്കണം. അതിപ്പോൾ ഇവിടെ മാത്രമല്ല കേട്ടോ, മിക്ക വീടുകളിലും നമ്മൾ വരാൻ നേരത്ത് കണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കാര്യം എന്താണെന്ന് അറിയാൻ പാടില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കൃഷി കഴിഞ്ഞിട്ട് ചോളം എടുത്തു കഴിഞ്ഞിട്ട് അവരിങ്ങനെ തൂക്കിയിടുന്നതാണ്. അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് പയ്യെ പാക്കിംഗ് എല്ലാം തുടങ്ങണം. ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പയ്യെ പാക്കിംഗ് എല്ലാം തുടങ്ങിയിട്ട് ഇനി ഇവിടെ നിന്ന് ഇറങ്ങണം. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നേക്കണാണ്, കിച്ചണിലാണ്. അപ്പോൾ അതുപോലെ തന്നെ കിച്ചണിൽ നിന്ന് പുറകിലോട്ട് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച ഉണ്ടാവും, മൊത്തം നെൽകൃഷിയാണ്. അപ്പോൾ ഈ ഭാഗത്ത് കാണുന്ന നെൽകൃഷി എന്നൊക്കെ പറഞ്ഞ് ഇവരുടെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ കൃഷി ചെയ്തെടുക്കണ അരിയുടെ ചോറാണ് നമ്മൾ ഇവിടെ കഴിച്ചത് ഇന്നലെ. അതുപോലെ തന്നെ ഇപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സമയം ഏകദേശം 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 11 മണിക്ക് നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകണതാണ്. രാവിലെ തന്നെ ചോറും അതുപോലെ തന്നെ പയറാണ്. ഇത് ചെറുപയർ പോലെ തന്നെ പയറാണ്. പിന്നെ വെണ്ടയ്ക്കയും പാവക്കയും കൂടിയിട്ടൊരു കറിയുണ്ട്. പിന്നെ ഒരു തക്കാളിയുടെ ചട്നിയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഉപ്പിലിട്ട എഗ് പീസായി ഉപ്പിലിട്ടൊരു മുളക് ഉണ്ടായിരുന്നു കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ നല്ല എരിവാണ്, നല്ല ഉണ്ട മുളകാണ്, നല്ല എരിവുണ്ട്. അപ്പോൾ ഇന്നലെ കഴിച്ചപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചേട്ടനെ ഞാനും കൂടി കഴിച്ചിട്ട് ആ ചേട്ടൻ ഇന്ന് വേറൊരു സ്ഥലത്ത് പോകാനുണ്ട്. तुम टूरिस्ट जगह में जाएगा आज और घूमने के जाएगा? घूमने के लिए उधर क्या बोलते हैं उसको नाम, लिमचुम क्या बोलता है साला ലിംചുംബു എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി അച്ഛനും റെഡിയാവാണ്. അപ്പോൾ ഞാനും ഇപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇറങ്ങണം. അപ്പോൾ നമ്മളിപ്പോൾ ഈ കഴിക്കണം ചോറുണ്ടല്ലോ, പുറകിൽ കാണുന്ന നെൽപ്പാടങ്ങളിൽ നിന്ന് കൃഷി ചെയ്ത് നെല്ലെടുത്ത് കുത്തിയ അരിയാണ് നമ്മളിപ്പോൾ കഴിക്കണ ഈ ചോറ്.
അങ്ങനെ നമ്മൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കണേ, ഇറങ്ങാൻ വേണ്ടി. അപ്പോൾ ഇവിടുത്തെ മമ്മീനോടും അതുപോലെ അപ്പച്ചനോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ഇറങ്ങാം. അപ്പോൾ പോയിട്ട് വരാം, മലയാളമേ പോലെയൊക്കെ പോയിട്ട് വരാൻ മീൻസ് ജാക്കെ ആയേക്കാ മലയാളം. അപ്പോൾ ചേട്ടനാണെങ്കിൽ കുറേ നാളായിട്ട് അപ്പച്ചൻ പുറത്തെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട്. കിതറ ഖത്തറിന് സൗദിമേ സൗദിയിലൊക്കെ വർക്ക് ചെയ്താണ്. അപ്പോൾ നമുക്ക് ഇന്നലെ ദിവസം നല്ല ദിവസം തന്നെയാണ്. അപ്പോൾ ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ ബൈ, സി യു മമ്മി, ബൈ. അങ്ങനെ നമ്മൾ ഇവിടെ വിളിച്ചിട്ട് വന്ന ഈ ബ്രോ ആയിരുന്നു. അപ്പോൾ ബ്രോനോടും കൂടി നമുക്ക് യാത്ര പറഞ്ഞിട്ട് എന്തായാലും ഇറങ്ങാം. അപ്പോൾ സി യു, ബൈ. അപ്പോൾ വളരെ ഉപകാരവും നന്ദിയൊക്കെ ഉണ്ട്. കാരണം നമ്മൾ ഇതേപോലെയുള്ള ഓരോ ആൾക്കാരെ പരിചയപ്പെടുമ്പോഴാണ് നമുക്ക് എത്തിപ്പെടാൻ വേണ്ടി സാധിക്കണം ഓരോ നല്ല നല്ല സ്ഥലങ്ങളിൽ. हमारा कल्चर का ये कल्चर का, हाँ। राय वो होता है ना, किंग कास्ट। हाँ, राय कास्ट का ये किंग है। हाँ, इसका लंबा वो वाला वो नहीं ये पारवांग है। हाँ, इसका नाम सुमनी में है, इसका नाम पारवांग है। ये जो है ये देखो ये क्या है? ओ ये हाँ, डोल, डोल, हाँ कहता है इसके डोल देखो, ऐसा वाला। वो क्या है वो बजाता है ना, जैम जैम जैम, उसे क्या बोलता है तुम्हारा? चिलम। हाँ, चिलम। इधर तो वो बोलता है जैमटा बोलता है ജാംട്ടാ. नेपाली में। हाँ, അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി. ഓ ബൈ സാബുണ്ട്, ബൈ സാബ്, ജായ്, ബൈ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇന്നലെ നമ്മൾ രാത്രി ഇവിടെ നിൽക്കാൻ നേരത്ത് ഈ കടയിലേക്ക് വന്ന് കുറേ കമ്പനി അടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്നലെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ പുള്ളിക്കാരൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്തൊക്കെ പോയി നമ്മൾ അവിടെ കുറേ നേരം ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നല്ലൊരു ദിവസം തന്നെയായിരുന്നു ഇന്നലെ. അതുപോലെ തന്നെ പുള്ളിക്കാരൻ്റെ വീട്ടുകാരാണെങ്കിലും വളരെ കമ്പനിയാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ്റെ അച്ഛനും അമ്മയുമാണ് അവിടെ ഉള്ളത്. അതുപോലെ തന്നെ ചേട്ടൻ്റെ 2 പിള്ളേർ ഉണ്ടായിരുന്നു. രാവിലെ നമ്മൾ എഴുന്നേറ്റ് വന്നപ്പോഴേക്കും പിള്ളേർ സ്കൂളിലൊക്കെ പോയി. ഇന്ന് നല്ലോണം നമ്മൾ ലേറ്റായി ഇന്നലെ കിടന്നുറങ്ങിയത് 1 മണിയൊക്കെ ആയപ്പോഴാണ്. കാരണം നമ്മൾ പുറത്ത് ഫ്രണ്ട്സിൻ്റെ അവിടെയൊക്കെ പോയി നമ്മൾ തിരിച്ചെത്തിയപ്പോഴേക്കും രാത്രിയായി. ഇപ്പോൾ കിടന്നുറങ്ങിയപ്പോഴേക്കും ലേറ്റായി. നമുക്ക് പിള്ളേരെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ പിള്ളേർ നല്ല അടിപൊളി കമ്പനിയായിരുന്നു കേട്ടോ. പിള്ളേരാണെങ്കിലും നല്ല നമ്മൾ വന്ന സമയങ്ങളിലൊക്കെ. അപ്പോൾ നമുക്ക് പോകാനുള്ളതെന്ന് പറഞ്ഞാൽ ബിമാൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്, ബിമാനിലേക്ക് 105 കിലോമീറ്ററാണ്. അപ്പോൾ നമ്മൾ 2 ദിവസത്തിൽ ബിമാൻ എത്തുമായിരിക്കും. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ നേപ്പാളിലെ ഗായ്ഘട്ട് എന്ന് പറയുന്ന ഒരു സിറ്റിയിലൂടെയാണ്. ഇപ്പോൾ വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇവിടെ നല്ല തിരക്ക് അനുഭവപ്പെടാറുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മളിപ്പോൾ കട്ടാരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കട്ടാരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും 2 പയ്യന്മാരെ കണ്ടായിരുന്നു. അവന്മാർ നമ്മളോട് വന്നിട്ട് നമ്മുടെ ഈ സൈക്കിളും കുട്ടൂസിനെയൊക്കെ കണ്ടിട്ട് ഇതും കൊണ്ടാണ് ആ കാഠ്മണ്ഡുവിലോട്ട് പോകാൻ പറ്റുമെന്നൊക്കെ ചോദിച്ച് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും കുട്ടൂസിനായിട്ട് കാഠ്മണ്ഡുവിലോട്ട് കയറുമെന്ന് തന്നെ പറഞ്ഞിട്ട് ഇപ്പോൾ ഇനി അവന്മാർ നമ്മുടെ ഒപ്പം തന്നെ ഉണ്ട്. കട്ടാരീൻ്റെ സൈഡ് വരെ അവന്മാർ നമ്മുടെ ഒപ്പം ഉണ്ടാവും. അപ്പോൾ ഇതാണ് हाँ ब्रो। और नाम तुम्हारा? റൈസിദാൻ. അതുപോലെ തന്നെ അടുത്തൊരു ബ്രോ ഉണ്ട്. ബ്രോ നെയിം? നിസാൻ.
നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വഴിയാണ് ഈ കാണുന്നത്. നല്ല രസമുണ്ട്, ഫോറസ്റ്റ് റൂട്ടാണ് കേട്ടോ. അപ്പോൾ ഈ വഴി രാത്രി അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ ക്ലോസ് ചെയ്യും. അപ്പോൾ രാത്രി ഈ വഴി പോകാൻ വേണ്ടി പറ്റൂല എന്നാണ് ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും ഈ വഴി പോയിട്ട് ലഹാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അവിടെ നിന്നാണ് നമ്മൾ കാത്മണ്ഡുവിലേക്ക് പോകാനായിട്ട് അടുത്തൊരു വേറൊരു വഴി കണ്ടുപിടിച്ചായിരുന്നു. അപ്പോൾ ഉള്ളുവഴിയാണ്, കുറച്ച് ഹിൽ ഏരിയയൊക്കെയാണ്. അപ്പോൾ ആ വഴി പോകാമെന്ന് വിചാരിച്ച് ഇവിടെ നിന്ന് 60 കിലോമീറ്ററും കൂടി ഉണ്ട് ഇനി അങ്ങോട്ടേക്ക്. അപ്പോൾ നമ്മൾ ലഹാനിലെത്തി കഴിയുമ്പോഴായിരിക്കുള്ളൂ ഇനി നമ്മൾ നല്ല വലിയ വലിയ കയറ്റങ്ങളിലോട്ട് കയറി തുടങ്ങുന്നത്. ഹലോ, എല്ലാം ഓടിക്കളഞ്ഞ്. അങ്ങനെ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 1 മണി 2 മണി ആവാറായിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ കാടിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് രാവിലെ അവിടുത്തെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് ഇറങ്ങി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് 2-3 കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഇന്ന് ഈ മുട്ട കഴിച്ചിട്ട് വേണം വീണ്ടും യാത്ര കണ്ടിന്യൂ ചെയ്യാനായിട്ട്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ കുറച്ച് ഉപ്പ് ഒരു ചെറിയ പാക്കറ്റിൽ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ടായി. ഉപ്പെന്ന് പറഞ്ഞാൽ ഇവിടെ മറ്റേ ഇവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടുത്തെ പോലെ വൈറ്റ് അല്ല കേട്ടോ, ബ്രൗൺ കളറിലെ ഉപ്പാണ്. ഇതെന്ന് പറഞ്ഞാൽ മലകളിൽ നിന്നുള്ള ഇവിടെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ഉപ്പാണ്. ഇത് ഒരു സ്റ്റോണാണ്, സ്റ്റോണിൽ നിന്ന് സോൾട്ട് സ്റ്റോണിൽ നിന്ന് എടുക്കണ ഉപ്പാണിത്. നമ്മൾ ഓരോ മുട്ടകൾ ഇങ്ങനെ പൊളിച്ചിട്ട് നടുക്കന്ന് കുറച്ച് നാടൻ കോഴിമുട്ടുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഫുള്ള് വീടുകളിലെല്ലാം കോഴീനെയൊക്കെ വളർത്തണോണ്ട് നമുക്ക് നല്ല നാടൻ കോഴിമുട്ട കിട്ടും. ഒരു 3 മുട്ട കഴിച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇന്നത്തെ ഉച്ചക്കത്തേക്കുള്ള ലഞ്ചായി. പലപ്പോഴും നമ്മൾ യാത്രകൾ പ്ലാൻ ചെയ്യും. പ്ലാൻ ചെയ്ത യാത്രകൾ നടക്കാതിരിക്കും, നടന്നൊന്നും വരും. പക്ഷേ യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ രണ്ടാമതൊന്നും ആലോചിക്കാതെ സൈക്കിൾ എടുത്തൊരൊറ്റ പോക്ക് പോകുന്ന ഒരാളാണ് ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത്, അഖിൽ ഇപ്പോഴ് കൊച്ചിയിൽ നിന്ന് നേപ്പാളിലേക്കുള്ള സൈക്കിൾ യാത്രയിലാണ്. ചെറുപ്പത്തിൽ വലുതാകുമ്പോൾ ആരാകണമെന്നുള്ള ക്ലീശ ചോദ്യത്തിന് അഖിൽ അന്ന് പറഞ്ഞിരുന്ന ഉത്തരം ട്രാവലർ ആകണമെന്ന് തന്നെയായിരുന്നു. യാത്രകൾ നേരത്തെ മുതൽ ചെറുപ്പം മുതൽ ഭയങ്കര ഇഷ്ടം. അങ്ങനെ നമ്മൾ ഇപ്പോൾ വന്നിട്ടിരുന്ന വെച്ചെന്ന് പറഞ്ഞാൽ ഫുള്ള് ഫോറസ്റ്റ് റൂട്ടായിരുന്നു. അതുപോലെ തന്നെ മലേൻ്റെ കയറ്റവും തുടങ്ങിയിട്ടുണ്ട്, നല്ല കയറ്റമായിരുന്നു. അപ്പോൾ കയറി നമ്മൾ വന്നിട്ട് ഫുള്ള് വേർത്ത് കുളിച്ച് നല്ല ചൂടുണ്ട്. ചൂടുള്ളതുകൊണ്ടിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ കുറച്ച് കയറുമ്പോൾ തന്നെ ടയേർഡ് ആവണമായിരുന്നു. അപ്പോൾ ഇരിക്കാനായിട്ട് ഒരു സ്ഥലം നോക്കി വരുമ്പോഴാണ് ഇവിടെ ഒരു നല്ലൊരു സ്ഥലം. അതുപോലെ തന്നെ ഇവിടെ നല്ല കാറ്റുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ പൊക്കത്തെത്തി, ഇനി താഴത്തോട്ട് ഇറക്കമാണ്. ഇവിടുന്ന് കുറച്ചിറക്കം, അത് കഴിഞ്ഞിട്ട് വീണ്ടും കയറ്റം വരും. അപ്പോൾ നമ്മൾ കയറി വന്ന് പൊക്കത്തെത്തിയപ്പോൾ കാണുന്ന കാഴ്ചയാണിത്. നമ്മൾ വേർത്ത് കുളിച്ച് നമ്മൾ ഇട്ടേക്കണ ടീഷർട്ടൊക്കെ ഉണ്ടല്ലോ, നമ്മൾ കുടിച്ച വെള്ളം മൊത്തം വേർത്ത് പോയിട്ടുണ്ട്. ഇപ്പൊ ഒന്ന് പിഴിഞ്ഞിട്ട് ഇറക്കത്തിലേക്ക് ഇറങ്ങാം. കുടിച്ചുള്ള അങ്ങനെ തന്നെ വേർത്ത് തന്നെ വീഴുന്നു. അപ്പോൾ ഭാഗ്യത്തിന് ഇപ്പോൾ വന്നോഴിക്ക് ഒരു ചെറിയ മന്ദിരം ഉണ്ടായിരുന്നു. നമ്മുടെ വെള്ളമൊക്കെ തീർന്ന്. അപ്പോൾ ആ മന്ദിറിൽ കയറിയിട്ട് നമ്മളിപ്പോൾ ബോട്ടിലെല്ലാം ഫില്ല് ചെയ്ത് വീണ്ടും യാത്ര കണ്ടിന്യൂ ചെയ്താണ്. അപ്പോഴേക്കും താഴ്ച വന്നു. ഇനിയിപ്പോൾ കുഴപ്പമില്ല, താഴ്ചയിലേക്ക് അങ്ങനെ ഇറങ്ങി പോവാം. അത് മാത്രമല്ല, ഇവിടുന്ന് അങ്ങോട്ട് കാണാനായിട്ടാണെങ്കിൽ നല്ല രസമുണ്ടിട്ട കാഴ്ച. ഇങ്ങനെ മലകൾ ഓരോരോരോ പല പല ഷേപ്പുകളിൽ ഇങ്ങനെയൊക്കെയാണ് മലകൾ, നല്ല രസം കാണാനായിട്ട്. അപ്പോൾ എൻ്റെ ഈ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തന്നെ വിചാരിക്കണ്. അപ്പോൾ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലുമൊക്കെ വീഡിയോ കാണണമെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്
നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ ഇപ്പോൾ സമയം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. 5 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ നല്ല ടയേർഡായിരുന്നു. അപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ടൊന്നും കടയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഫുള്ള് ഫോറസ്റ്റും അതുപോലെ തന്നെ മലയൊക്കെയുള്ള വഴികളിലൂടെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ചായക്കട കണ്ടപ്പോഴേക്കും നമ്മൾ കയറിയതാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു ചായയും കുടിക്കണം. അതുപോലെ തന്നെ ഇവിടുത്തെ മെയിനായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ചൗ എന്ന് പറഞ്ഞിട്ട് നൂഡിൽസാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു നൂഡിൽസൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഭായ് സാബിൻ്റെ കടയാണ്. അപ്പോൾ ഭായ് സാബ് നാം गोविंद पासवान। गोविंद पासवान। और पूरा इधर से आदमी उनका नाम दादा मुनाराम ओ दीदी का गीता ഓ അപ്പോൾ ഇവരല്ല ഇത് ലക്ഷ്മിപൂർ എന്ന് പറഞ്ഞിട്ടുള്ള സപ്താരി ഡിസ്ട്രിക്റ്റിലെ ലക്ഷ്മിപൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ എത്തിയേക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ദീദിയുടെ കൈ നോക്കണമെങ്കിലും ടാറ്റു ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫുള്ള് ടാറ്റു കണ്ട, ഇത് ഫുള്ള് ഇങ്ങനെ ടാറ്റു ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള നമ്മൾ വില്ലേജിൽ കൂടി വരാൻ നേരത്ത് കുറേ ദീദിമാരെ കണ്ടായിരുന്നു. ഇതേപോലെ മുഖത്തൊക്കെ ടാറ്റു അടിച്ച ദീദിമാരെ കണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ വീഡിയോ എടുക്കാനൊന്നും അവരോട് സംസാരിച്ചിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ ദീദിനെ കണ്ടപ്പോഴാണ് ഞാൻ കാണിച്ചത്. അങ്ങനെ നമ്മൾക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് ചൗ എന്ന് പറഞ്ഞാൽ നൂഡിൽസ് റെഡിയാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെറുതെ കഴിക്കട്ടെ, വെറുതെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് മസാലയൊക്കെ ഇട്ട് കഴിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ കഴിക്കാനിരിക്കണ ആംബിയൻസ് എന്ന് പറഞ്ഞാലും നല്ല രസമുള്ളതാണ്. അപ്പോൾ ഇവിടെ കുറേ ദീദിമാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരോട് നമ്മൾ ഓരോ നമ്മുടെ യാത്രേനെ കുറിച്ചിട്ടുള്ള കഥകളൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഇത് കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇപ്പോൾ ഹോട്ടലിലൊക്കെ കയറി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ, നിറയെ ആൾക്കാരൊക്കെ ഇരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ എത്തണമെങ്കിൽ ഇതുപോലെയുള്ള ആൾക്കാരോടൊക്കെ സംസാരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ പോകാൻ നേരത്ത് നല്ലൊരു യാത്രയിൽ നല്ലൊരു അനുഭവം തന്നെ ആയിരിക്കുള്ളൂ. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇന്നിവിടെ തന്നെ കൂടാമെന്ന് വിചാരിച്ചു. ഇന്നിവിടുത്തെ ആ ചേട്ടൻ നമ്മളോട് സംസാരിച്ചെല്ലാം കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരൻ പറഞ്ഞു, ഇന്ന് അങ്ങോട്ട് പോകണക്കാട് നല്ല നീ ഇന്ന് ഇവിടെ തന്നെ നിന്ന്, ഇവിടെ പേടിക്കാനൊന്നുമില്ല. ഇതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഉള്ളിലോട്ട് ഒരു മന്ദിരമുണ്ട്. അതുപോലെ തന്നെ ബാക്കി ഫുള്ള് ജംഗിൾ ഏരിയയാണ്. അപ്പോൾ നമ്മുടെ കുട്ടൂസനെ ഇവിടെ വെച്ചിട്ട് ഇന്ന് ഇവിടെ വേണമെങ്കിലും ടെൻ്റ് അടിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അകത്തൊരു ഷെഡുകളൊക്കെ കാണണ്ട. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ടാലും ടെൻ്റൊക്കെ അടിച്ചിട്ട് ഇന്ന് റെസ്റ്റ് എടുക്കാം. അത് മാത്രമല്ല കേട്ടോ, നമ്മളിവിടെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പൈസ ഒന്നും മേടിച്ചില്ല. അതും കൂടാതെ തന്നെ ഇപ്പോൾ രാത്രി ഈ ചേട്ടന് ഇവിടെ പാത്രമൊക്കെ കഴുകാനുണ്ട്. ഈ ചേട്ടന് ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് കൃഷ്ണ എന്ന് പറഞ്ഞ ചേട്ടനാണ്. അപ്പോൾ ആ ചേട്ടൻ ഇപ്പോൾ പാത്രം കഴുകണമെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് കുക്ക് ചെയ്യണത്. അപ്പോൾ ഈ ഷെഡെന്ന് പറഞ്ഞാൽ ഇവിടെ ടോൾ പോലത്തെ ചെറിയ രീതിയിൽ സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയാണ്. ഇപ്പോൾ ഇവിടെ വൈഫൈയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ വൈഫൈൻ്റെ പാസ്വേഡൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വൈഫൈയും ഫുഡും ഇന്ന് ഇവരുടെ ഒപ്പം തന്നെ കുക്ക് ചെയ്ത് കഴിക്കുക. അത് മാത്രമല്ല നല്ല ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കും. ഓപ്പോസിറ്റ് തന്നെ കാണണമെന്ന് പറഞ്ഞാൽ അതൊരു പോലീസ് സ്റ്റേഷനാണ്, പോലീസ് സ്റ്റേഷൻ്റെ കോംപ്ലക്സാണ്. അപ്പോൾ ഇതും ഒരു പോലീസ് ചെക്ക് പോസ്റ്റായിട്ട് വെച്ചിട്ട് ഇവിടുത്തെ ആൾക്കാർ വർക്ക് ചെയ്യണതാണ്. ഇപ്പോൾ ടോള് എന്തോ കാര്യമായിട്ട് ഞാൻ ചോദിച്ചപ്പോഴേക്കും പറഞ്ഞത് ഏതോ വണ്ടികളെ വരുമല്ലോ, ഈ ടിപ്പർ അതുപോലെ ലോഡായിട്ട് വന്ന വണ്ടികളുടെയൊക്കെ ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് വിടാനായിട്ടുള്ള ഒരു ചെറിയ ഷെഡാണ് ടോൾ ജംഗിൾ ഓതൊക്കെ ആയേക്ക. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് എന്തായാലും കയറി കണ്ടിട്ട് വരാം. അപ്പോൾ ഈ ഒരു ഹനുമാൻ്റെ പ്രതിഷ്ഠയാണ് ഇവിടെ മന്ദിരമായിട്ട് ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലുള്ളത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഫുള്ള് ഇതുപോലെ കുറേ ഷെഡുകളകത്ത് ഉണ്ട്. കുറേ ഷെഡുകൾ കാണാൻ വേണ്ടി സാധിക്കും. ആ ഷെഡിനകത്ത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ആദ്യത്തെ ഷെഡിലെന്ന് പറഞ്ഞാൽ ഇവർ ഇതെന്ന് പറഞ്ഞാൽ വൈക്കോല് കെട്ടി അതിൻ്റെ പൊക്കത്ത് ചെളി കൊണ്ടിട്ട് ഉണ്ടാക്കണ ഓരോ രൂപങ്ങളാണിത്. ഇത് പൂജാ സമയങ്ങൾ വരാൻ നേരത്ത്, ഇപ്പോൾ ദുർഗാ പൂജ പോലത്തെയുള്ള പൂജാ സമയങ്ങൾ വരാൻ നേരത്ത് ഫെസ്റ്റിവലിന് ഓരോ ആൾക്കാർ മേടിച്ചിട്ടുള്ള വെക്കാനായിട്ടുള്ള ഓരോ രൂപങ്ങളാണ്. അപ്പോൾ ഇവിടെ അതുണ്ടാക്കണതിൻ്റെ ഒരു ഏരിയയാണ്. അതുപോലെ തന്നെ നേരെ ആ കാണുന്ന ഷെഡൊക്കെ നമുക്ക് വേണമെങ്കിൽ റെസ്റ്റ് എടുക്കാം. അപ്പോൾ ബാക്കി കാണുന്ന ഫുള്ള് ജംഗിളാണ്.
അവിടെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടാണ്, അവിടെയും കുറേ പിള്ളേരൊക്കെ കളിക്കണുണ്ട്. അതെല്ലാം ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെയുള്ള വില്ലേജിലെ കുട്ടികളാണ്. അപ്പോൾ എന്തായാലും നമ്മളിന്ന് എത്തിപ്പെട്ട സ്ഥലം വളരെ നല്ല സ്ഥലം തന്നെയാണ്. കാരണം നമുക്ക് എല്ലാ ഫെസിലിറ്റി ഉണ്ട്, ചാർജ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, വൈഫൈ ഉണ്ട്, ഫുഡ് ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടി. അതുമാത്രമല്ല നമുക്ക് കുളിക്കാനായിട്ടാണെങ്കിലും എല്ലാത്തിനും നല്ല സൗകര്യമുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് നമ്മളെത്തി. ഇവിടെ പിള്ളേർ ഇരുന്നിട്ട് ഫ്രീ ഫയറൊക്കെ കളിക്കാനാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ സമയം 6 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കുട്ടൂസിനെ ഇവിടെ വെച്ചിട്ട് ഇവിടെ ലോക്ക് ചെയ്തിട്ട് അപ്പോൾ ഇവർ ഇവിടെ തന്നെയാണ് കിടക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് ടെൻ്റ് അടിക്കണ്ടെന്ന് വിചാരിച്ച് ടെൻ്റ് അടിക്കാണ്ട് ഇപ്പോൾ ഈ കാണുന്ന ചെറിയൊരു മന്ദിരമുണ്ട്, അതിൻ്റെ അവിടെ നല്ലൊരു ഫ്ലോർ ഉണ്ട്. അപ്പോൾ ആ ഫ്ലോറിൽ സ്ലീപ്പിംഗ് ബാഗ് വെച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ച്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് രാത്രി കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കണം കേട്ടോ ഇവിടുത്തെ ചേട്ടൻ. ഇതാണ് ഇവർ നിൽക്കണ കിച്ചൺ. അപ്പോൾ കിച്ചണിൽ ഇപ്പോൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കണതാണ്. അപ്പോൾ ഒരു സൈഡിൽ ചോറ് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ അപ്പുറത്ത് ഇപ്പോൾ കറി ഉണ്ടായിക്കൊണ്ടിരിക്കണം. കറി എന്ന് പറഞ്ഞാൽ സോയാബീൻ്റെ കറിയാണ്. അപ്പോൾ ഈ ചേട്ടനാണ് മെയിനായിട്ട് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ ചേട്ടൻ ഇപ്പോൾ കുക്ക് ചെയ്തിട്ട് ചേട്ടൻ നമ്മളോട് പറയുകയും ചെയ്തിരുന്നു ഇന്ന് ഇവിടെ നിൽക്കുക, അപ്പോൾ നിനക്ക് നമുക്ക് ഒരുമിച്ച് തന്നെ ഭക്ഷണമൊക്കെ കുക്ക് ചെയ്ത് കഴിക്കാം. അങ്ങനെ ഇപ്പോൾ സമയം 9:30 ആയിട്ടുണ്ട്. 9:30 ആയപ്പോഴേക്കും നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു 2-3 ചേട്ടന്മാരും കൂടി വന്നായിരുന്നു. അപ്പോൾ ഒരു വണ്ടിയിൽ വന്നിട്ട് അപ്പോൾ അവരുണ്ട് നമ്മുടെ ഒപ്പം ഭക്ഷണം കഴിക്കാനായിട്ട്. അവരെല്ലാവരും കൂടി ഇപ്പോൾ ഇവിടുത്തെ ഒരു ടാക്സിൻ്റെ ഒരു ഷെഡാണിത്. ഇവിടെ ഓരോ വണ്ടികളുടെ ടാക്സൊക്കെ പിരിപ്പിക്കാനുള്ള. അപ്പോൾ ഈ ചേട്ടന്മാരും കൂടി ഉണ്ട്. അപ്പോൾ ഈ ചേട്ടന്മാരും നമ്മളും കൂടി ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കണത്. അപ്പോൾ കുട്ടൂസനെ ഇവിടെ ഉണ്ട്. കുട്ടൂസനെ രാത്രി നമ്മളിവിടെ ലോക്ക് ചെയ്തിട്ട് നമ്മൾ കിടക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു മന്ദിരമുണ്ട്. മന്ദിറിൻ്റെ തിണ്ണയിൽ കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കിടക്കാമെന്ന് പറഞ്ഞിട്ട് ടെൻറ്റിൽ നിന്ന് അടിക്കണില്ല. അപ്പോൾ നമ്മൾക്കുള്ള ഭക്ഷണവും എടുത്തുകൊണ്ടിരിക്കണതാണ്. അപ്പോൾ ഈ ചേട്ടന്മാരെയൊക്കെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം. ഓ സാർ नाम नाम दुर्बा 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 छत्री दुर्बा छत्री. वो नेपाल का किधर जगह है? गायघाट ഗായ്ഘട്ട്. ഗായ്ഘട്ട്. അപ്പോൾ ഗായ്ഘട്ടിലാണ് നമ്മൾ ഇന്നലെ നിന്നിട്ടുണ്ടായ കേട്ടോ. ഇന്നലെ നിന്ന വീടെന്ന് പറഞ്ഞാൽ ഗായ്ഘട്ടിലായിരുന്നു. അതുപോലെ തന്നെ അടുത്തൊരു ചേട്ടനുണ്ട് भाई साहब नाम वीरेंद्र अधिकारी വീരേന്ദ്ര उदयपुर गायघाट डिस्ट्रिक्ट ഗായ്ഘട്ട് സേ. गायघाट അപ്പോൾ ഗായ്ഘട്ടിൽ തന്നെയുള്ളതാണ് ഈ ചേട്ടനും. അതുപോലെ തന്നെ അടുത്തൊരു ചേട്ടൻ വന്നിട്ടുണ്ട്. നമ്മളോട് കുറേ നേരമായിട്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ചായിരുന്നു. അപ്പോൾ ഞാൻ तिलक लामा തിലക്ലാമ ഗായ്ഘട്ടിന് गायघाट ഗായ്ഘട്ട് തന്നെയുള്ളതെന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട് കേട്ടോ ഇതേപോലെയുള്ള ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ട്. നമ്മൾ ഓരോ ദിവസം ഇപ്പോൾ ഇവിടെ ആണെങ്കിലും നമ്മൾ ഇപ്പോൾ ഏകദേശം 2 മണിക്കൂറിന് മേളിലായി ഇവർ വന്ന് നമ്മളോട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ നമ്മൾ ഇവിടെ നിർത്തിയ ചേട്ടനുണ്ടല്ലോ, നമ്മളോട് ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞ ചേട്ടൻ ഇപ്പോൾ നമുക്കുള്ള ചോറും അതുപോലെ തന്നെ കറികളൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കണത്. ഇപ്പോൾ ഇവിടെ നിന്ന് പ്ലേറ്റിൽ ചോറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ് കറി, നല്ല അടിപൊളി കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഈ ചേട്ടൻ. നമ്മളിന്ന് എന്തായാലും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കുള്ളൂ. എന്നിട്ട് നമ്മൾ രാവിലെ ഇനി ഇവിടെ നിന്ന് യാത്ര വീണ്ടും കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ എൻ്റെ ഈ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് തന്നെ വിചാരിക്കണം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണമെങ്കിൽ എനിക്ക് വളരെ ഉപകാരം തന്നെയായിരുന്നു. നിങ്ങളൊക്കെയാണ് എൻ്റെ ഈ യാത്രയുടെ പവർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.